ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് HCF എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്ത ആളുകൾ ആ ക്ലാസ് കാണാൻ വേണ്ടി പൂർണ്ണമായും ശ്രമിക്കുക. എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ് ഓരോ ഭാഗങ്ങളും ചിട്ടപ്പെടുത്തിയത് എന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായും വീഡിയോ കാണുകയും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് പോകാം. മറ്റൊരു ചോദ്യം നോക്കാം. ഒരു പാൽക്കാരൻ്റെ കയ്യിൽ 3 പാത്രങ്ങളിലായി യഥാക്രമം 105 ലിറ്റർ, 135 ലിറ്റർ, 75 ലിറ്റർ പാൽ ഉണ്ട്. ഓരോ പാത്രത്തിലെയും പാൽ കൃത്യമായി അളന്നെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ നോക്കാം. തന്നിരിക്കുന്ന അളവുകൾ ഇതാണ്: 75 ലിറ്റർ, 135 ലിറ്റർ, 105 ലിറ്റർ. ഇതാണ് ഒരു പാൽക്കാരൻ്റെ കയ്യിലുള്ള 3 പാത്രങ്ങൾ. ഈ 3 പാത്രത്തിലും പാല് നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ 3 പാത്രത്തിലെയും പാൽ കൃത്യമായ രീതിയിൽ അളന്നെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് എത്രയാണ്? അപ്പോൾ എന്താണ് ചോദ്യം? ഈ സംഖ്യകളുടെ HCF എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ 3 സംഖ്യകളുടെയും നമ്മൾ ഘടകക്രിയ ചെയ്ത് നോക്കാം. 75, 105, 135 അല്ലേ? അപ്പോൾ ഇവിടെ 5 പോകും. 5 ഇവിടെ 15, 21, 27. 15, 21, 27. ഇനി ഇവിടെ 3 സംഖ്യകളെയും ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ 3 ഇവിടെ 5 തവണ, ഇവിടെ 7 തവണ, ഇവിടെ 9 തവണ. ഇനി ഈ 3 സംഖ്യകളെയും പൊതുവായി ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യയില്ല. അപ്പോൾ നമ്മുടെ ഈ സംഖ്യകളുടെ HCF എത്രയാണ്? 5 × 3 അതായത് 15 ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ക്രമത്തിൽ പറഞ്ഞാൽ ഈ 3 പാത്രത്തിൽ നിന്നും കൃത്യമായി പാല് അളന്നെടുക്കാൻ സാധിക്കുന്ന പാത്രത്തിൻ്റെ അളവെന്ന് പറയുന്നത് 15 ലിറ്ററാണ്. മറ്റൊരു ചോദ്യം നോക്കാം. 5 മീറ്റർ, 100 സെൻറ്റിമീറ്റർ, 20 മീറ്റർ എന്നീ നീളങ്ങൾ പൂർണ്ണസംഖ്യയായി അളക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അളവുകോലിൻ്റെ നീളം എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് 3നെയും ഒരു അളവിലേക്ക് മാറ്റണം. അപ്പോൾ 5 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ സെൻറ്റിമീറ്റർ ആണ്. ഒന്നുകിൽ നമ്മൾ എല്ലാത്തിനെയും സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ എല്ലാത്തിനെയും മീറ്ററിലേക്ക് മാറ്റാം. ഇത് 5 മീറ്റർ, 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ, 20 മീറ്റർ. അപ്പോൾ 3 സംഖ്യകളെയും ഒരേ അളവിലേക്ക് മാറ്റി. ഈ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന 3 സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് മറ്റു സംഖ്യകളെ ഹരിക്കാമെങ്കിൽ ആ ചെറിയ സംഖ്യയായിരിക്കും അതിൻ്റെ HCF നമുക്കറിയാം. അപ്പോൾ 1 കൊണ്ട് 5നെ ഹരിക്കാം, 20നെയും ഹരിക്കാം. അപ്പോൾ ഇവിടുത്തെ HCF 1 1 മീറ്ററാണ്. അപ്പോൾ അളവുകോലിൻ്റെ നീളം എത്രയായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. അതായത് 100 സെൻറ്റിമീറ്റർ ആയിരിക്കും. നോക്കൂ, ഇതിനെ വേണമെങ്കിൽ ഈ 3 അളവിലെയും നമ്മളിപ്പോൾ മീറ്ററിലേക്കാണ് മാറ്റിയത്. ഇത് സെൻറ്റിമീറ്റർ ആണ്, ഇത് 2 മീറ്റർ ആണ്. എന്നാൽ ഈ 2 അളവുകളെയും സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ ചെയ്തു നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത് നമുക്ക് നോക്കാം. കൺഫ്യൂഷൻ ഒരു പക്ഷേ ചില ആളുകൾ സെൻറ്റിമീറ്ററിനെ ഇങ്ങോട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ ചില ആളുകൾ മീറ്ററിലേക്ക് അങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ ഏത് എങ്ങോട്ടാണ് മാറ്റേണ്ടത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ എല്ലാത്തിനെയും മീറ്ററിലേക്ക് മാറ്റി നോക്കാം. 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 500 സെൻറ്റിമീറ്റർ അല്ലേ? ഇത് 100 സെൻറ്റിമീറ്റർ, ഇത് 2000 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ 3 സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് മറ്റു 2 സംഖ്യകളെയും ഹരിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഏറ്റവും ചെറിയ സംഖ്യ 100 ആണ്. 100 കൊണ്ട് 500നെ ഹരിക്കാം, 2000ത്തെയും ഹരിക്കാം. അപ്പോൾ ഇവിടുത്തെ HCF എത്രയാണ്? 100 ആണ്. 100 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മീറ്റർ. അപ്പോൾ 2 രീതി ചെയ്താലും നമുക്ക് ലഭിക്കുന്നത് ഒരു ഉത്തരം തന്നെയാണ്. അതുകൊണ്ട് ഈ അളവ് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് മറ്റു 2 അളവുകളെയും സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിക്കൊണ്ടും ചെയ്യാം. അതല്ല ഇത് മാത്രം സെൻറ്റിമീറ്റർ ബാക്കി 2 മീറ്റർ ആയതുകൊണ്ട്
ഇതിനെയും മീറ്ററിലേക്ക് മാറ്റിക്കൊണ്ടും ചെയ്യാം. എങ്ങനെ ചെയ്താലും ഉത്തരം ഒന്ന് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്.